എല്ലാവരും ഇന്നലെ ചോദിച്ചൊരു കാര്യമാണ് സോം കുമാറിന് എന്ത് പറ്റി, അദ്ദേഹത്തിന് പരിക്കെത്രത്തോളം സീരിയസ് ആണെന്ന്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്, അവിടേക്ക് എത്തിക്കുക. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 10K ആകണം. സോ 2 സെക്കൻഡ് മതി, നിങ്ങൾക്ക് രണ്ടും ചെയ്യാം. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ സോംകുമാറിന് പരിക്ക് പറ്റിയ സമയം മുതൽ പലരും ചോദിച്ചൊരു കാര്യമാണ്, അദ്ദേഹത്തിന് ഓക്കെ ആണോ, വലിയ ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടോ എന്ന്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത് കിക്ക് ഓഫ് എടുത്തപ്പോൾ തന്നെ ബോൾ നമ്മുടെ ഗോളിയുടെ സൈഡിലേക്ക്, അതായത് നമ്മുടെ ഗോൾ കീപ്പിംഗ് സൈഡിലേക്ക് പോവുകയാണ്. അവിടെ ഓടിച്ചത് നമ്മുടെ പാരഡൈസ് ഒരു പ്രഷർ ഇടുകയാണ്. അദ്ദേഹത്തിന് സാധാരണ ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിം രണ്ടുപേരുടെയും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അവിടെ നമ്മുടെ സോംകുമാറിന് നല്ല രീതിയിലുള്ളൊരു ഇഞ്ചുറി ഉണ്ടാകുന്നു. സോ ഉടൻ തന്നെ നമുക്കറിയാം, ഹെഡ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു പ്ലെയറിനെ പിച്ചിൽ നിർത്തുക എന്നുള്ളത് അങ്ങനെ പല ക്ലബും ചെയ്യാത്തൊരു കാര്യമാണ്. സോ അത് തന്നെ ചെയ്തു. ആദ്യത്തെ എന്താ പറയുക, ചെറിയ കൺകഷനൊക്കെ അദ്ദേഹത്തിനുണ്ട്. സോ ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തെ വലിച്ച് സച്ചിൻ സുരേഷിനെ കളിക്കാൻ ഇറങ്ങിയിരുന്നു. എന്തായാലും അതൊക്കെ അവിടെ കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ സോംകുമാറിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2-3 അതായത് മൾട്ടിപ്പിൾ സ്റ്റിച്ചസ് ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ ഇഞ്ചറി കുറച്ച് സീരിയസ് തന്നെയാണ്, എങ്കിൽ പോലും സ്റ്റിച്ചൊക്കെ ഇട്ട് അദ്ദേഹം ഓക്കെ ആയിട്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിന് വളരെ പെട്ടെന്ന് തന്നെ കളിക്കാൻ സാധിക്കുമെന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇല്ല, കളിക്കുന്നത് 1-2 ആഴ്ചയുടെ റെസ്റ്റേ ആവശ്യമുള്ളൂ. പിന്നെ ആ ഒരു സ്റ്റിച്ച് അയച്ചാൽ തന്നെ നമുക്ക് കളിക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ കാലിനൊക്കെയാണ് സ്റ്റിച്ച് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പാടായിരുന്നു, കുറച്ച് സമയം എടുക്കും, 1 മാസം എങ്കിലും എടുത്തേനെ, 1.25 മാസമെങ്കിലും കളിക്കാൻ എടുത്തേനെ. ബട്ട് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നത് ഹെഡിനാണ്. സോ ഒരു ഹെഡ് കുറച്ച് സീരിയസ് ആണ്, എങ്കിൽ പോലും എന്താ പറയുക, ഫുട്ബോൾ കളിക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്, അതായത് ഒരു 10-12 സ്റ്റിച്ചുള്ളവർ WWE എന്ന് പറയുന്ന, ഞാൻ പണ്ട് WWE ഒരു ചാനലായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ അവർ പിറ്റേ ദിവസം വന്ന്, അതായത് സ്റ്റിച്ചിട്ട പിറ്റേ ദിവസം തന്നെ വന്ന് ഒരു റിങ്ങിൽ നിൽക്കുകയോ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ല സോംകുമാറിൻ്റെ കാര്യത്തിലേക്ക് നോക്കും. ബട്ട് മൾട്ടിപ്പിൾ സ്റ്റിച്ചസ് ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും അദ്ദേഹം ISL തിരിച്ചു ഉറപ്പാണ്.